പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ക്ലാസ് ആരംഭിക്കുകയാണ്. കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായിട്ട് നമ്പർ കൺവേർഷനെ കുറിച്ചാണ് പറഞ്ഞത്. വിവിധ നമ്പർ സിസ്റ്റങ്ങളെക്കുറിച്ചും ഒരു നമ്പർ സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു നമ്പർ സിസ്റ്റത്തിലേക്ക് എങ്ങനെ ആണ് ആ മാറ്റം എങ്ങനെയാണെന്നുള്ളതും പറഞ്ഞു. ഏതാണ്ട് എല്ലാ നമ്പർ കൺവേർഷനുകളെക്കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് ഡാറ്റ റെപ്രസെൻറ്റേഷൻ എന്ന ഭാഗമാണ് പറയുന്നത്. ഡാറ്റയെ എങ്ങനെ കമ്പ്യൂട്ടറിൽ ഡാറ്റയെ അവതരിപ്പിക്കുന്നു, ഡാറ്റയുടെ അവതരണം. നമുക്കറിയാം, കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് വിവിധ തരത്തിലുള്ള വിവരങ്ങളെ, അതായത് നമ്പറുകളായും ക്യാരക്ടറുകളായും ചിത്രങ്ങളായും ഓഡിയോ ആയും വീഡിയോ ആയുമുള്ള എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ വിവരങ്ങളെയും ഡാറ്റകളെയും പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന ഒരു ഉപകരണമാണ് കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടർ എന്നത് ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ്. ഈ ഇലക്ട്രോണിക് ഉപകരണത്തിൻ്റെ പ്രവർത്തനം പ്രധാനമായും രണ്ട് സ്റ്റേറ്റുകളെ അടിസ്ഥാനമാക്കിയാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. A computer is an electronic device functioning on the basis of two states, on and off. On, off എന്നീ രണ്ട് അവസ്ഥകൾക്ക് അനുസരിച്ച് അല്ലെങ്കിൽ അവയെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഈ രണ്ട് അവസ്ഥകളെയും അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് കമ്പ്യൂട്ടർ. ഈ ദ്വിതീയ അവസ്ഥകളെ, ഇങ്ങനെയുള്ള ഈ രണ്ട് അവസ്ഥകളെ അനുസരിച്ചുള്ള കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനത്തെ നമ്മൾ ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നു. ബൈനറി എന്ന് പറഞ്ഞാൽ രണ്ട് എന്നാണ്. നേരത്തെ നിങ്ങൾ ബൈനറി നമ്പർ സിസ്റ്റം പഠിച്ചതാണ്. അപ്പോൾ കമ്പ്യൂട്ടർ എന്നത് രണ്ട് ഓൺ ഓഫ് എന്ന രണ്ട് അവസ്ഥകളെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ്. ഇതിന് ക്യാരക്ടർ, നമ്പർ, ഇമേജ്, അക്ഷരങ്ങളായും അക്കങ്ങളായും ചിത്രങ്ങളായും ഓഡിയോ ആയും വീഡിയോ ആയും ഏത് രൂപത്തിലുള്ള ഡാറ്റയും പ്രോസസ്സ് ചെയ്യാൻ, കൈകാര്യം ചെയ്യാൻ ഈ ഇലക്ട്രോണിക് ഉപകരണത്തിന് സാധിക്കും. ഒരു കമ്പ്യൂട്ടർ എന്നത് രണ്ട് അവസ്ഥകളെ, അതായത് ഓൺ ഓഫ് എന്നീ രണ്ട് അവസ്ഥകളെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിൻ്റെ ഈ രണ്ടവസ്ഥകളെ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനത്തെ ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നു. ഇത് കാരണം ഒരു കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന ഡാറ്റ ബൈനറി രൂപത്തിലായിരിക്കണം. ബൈനറി നമ്പർ സിസ്റ്റം നിങ്ങൾ പഠിച്ചു. കമ്പ്യൂട്ടർ ബൈനറി ഓപ്പറേഷനുകളാണ് കമ്പ്യൂട്ടർ നടത്തുന്ന എല്ലാ വിധത്തിലുള്ള പ്രവർത്തനങ്ങളും ബൈനറിയാണ്. അതുകൊണ്ട് തന്നെ ഒരു കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടി, കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കുന്ന ഡാറ്റ, അത് ലെറ്റർ ആണെങ്കിലും നമ്പർ ആണെങ്കിലും വീഡിയോ ഓഡിയോ ഏത് രൂപത്തിലുള്ള ഡാറ്റയാണെങ്കിലും ഒരു കമ്പ്യൂട്ടറിലേക്ക് പ്രോസസ്സ് ചെയ്യാൻ കൊടുക്കുന്ന ഡാറ്റ, കൈകാര്യം ചെയ്യാൻ കൊടുക്കുന്ന ഡാറ്റ എന്നത് എപ്പോഴും ബൈനറി രൂപത്തിലുള്ളതായിരിക്കണം. ബൈനറി രൂപത്തിലുള്ള ഡാറ്റയാണ് കമ്പ്യൂട്ടറിന് കൈകാര്യം ചെയ്യാൻ കഴിയുകയുള്ളൂ. കാരണം അതൊരു ബൈനറി അവസ്ഥയെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നൊരു ഇലക്ട്രോണിക് ഉപകരണം. രണ്ട് അവസ്ഥകൾ, ബൈനറി എന്ന് പറഞ്ഞാൽ രണ്ട് അവസ്ഥകളെ അടിസ്ഥാനമാക്കി ഓൺ ഓഫ്. ഓക്കെ, ഇനി അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കമ്പ്യൂട്ടറിൽ ഡാറ്റ സൂക്ഷിക്കുന്നത്, കമ്പ്യൂട്ടറിനകത്ത് ഡാറ്റ സൂക്ഷിക്കുന്നത് ബൈനറി രൂപത്തിലാണ്. ഒരു കമ്പ്യൂട്ടർ ഏത് തരത്തിലുള്ള ഡാറ്റയാണെങ്കിലും, അത് ക്യാരക്ടർ ആവട്ടെ, അത് അക്ഷരങ്ങളാവട്ടെ, നമ്പറുകളാവട്ടെ, ഇമേജ് ചിത്രങ്ങളാവട്ടെ, ഓഡിയോ ശബ്ദരൂപത്തിലുള്ള ഡാറ്റയാവട്ടെ, വീഡിയോ ദൃശ്യരൂപത്തിലുള്ള ഡാറ്റകൾ വിഷ്വൽസ് ആവട്ടെ, എല്ലാത്തിനെയും കമ്പ്യൂട്ടർ ഒരു കൂട്ടം ബിറ്റുകളായാണ് സൂക്ഷിക്കുന്നത്. So a computer uses a fixed number of bits to represent a piece of data which could be a number, character, image. നമ്പർ, ക്യാരക്ടർ എന്നിങ്ങനെ ഇമേജ്, ഓഡിയോ, വീഡിയോ എന്നിങ്ങനെ ഏത് രൂപത്തിലുള്ള ഡാറ്റയും കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കുന്നത്, കമ്പ്യൂട്ടറിൽ കൈകാര്യം ചെയ്യുന്നത് ബൈനറി അല്ലെങ്കിൽ ബിറ്റുകളായാണ്. ഒരു കൂട്ടം ബിറ്റുകളാണ്. ഒരു ബിറ്റ് എന്ന് പറഞ്ഞാൽ 0 അല്ലെങ്കിൽ 1. നിങ്ങൾ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ പഠിച്ചതാണ്. ഇനി അപ്പോൾ കമ്പ്യൂട്ടറിനകത്ത് എല്ലാ തരത്തിലുള്ള ഡാറ്റകളും, അത് ഓഡിയോ ആവട്ടെ, വീഡിയോ ആവട്ടെ, ചിത്രങ്ങളാവട്ടെ, നമ്പറുകളാവട്ടെ, അക്ഷരങ്ങളാവട്ടെ, ഇങ്ങനെ ബിറ്റുകളുടെ ഒരു കൂട്ടമായാണ് ബൈനറി ഫോർമാറ്റിലാണ് സൂക്ഷിക്കുന്നത്. ഇനി കമ്പ്യൂട്ടറിനകത്ത് നമ്പറുകൾ, അപ്പോൾ ഏത് നമ്പറായാലും ലെറ്റർ ആയാലും ഇതെല്ലാം ബൈനറി ഒരു കൂട്ടം ബിറ്റുകളായാണ്, ഒരു ബിറ്റ് എന്ന് പറഞ്ഞാൽ 0 അല്ലെങ്കിൽ 1 ആണ് കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കുന്നത്.
അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള സംഭരണ രീതി എന്ന് പറയുന്നത് ബൈനറി ഫോർമാറ്റാണ്. അതായത് ഒരു കൂട്ടം ബിറ്റുകളായാണ് ഏത് തരത്തിലുള്ള ഡാറ്റയും ഒരു കമ്പ്യൂട്ടറിൽ ചിത്രങ്ങൾ, വീഡിയോ, ഓഡിയോ, അക്ഷരങ്ങൾ, അക്കങ്ങൾ എന്നിങ്ങനെ ഏതു രൂപത്തിലുള്ള ഡാറ്റയും ഒരു കൂട്ടം ബിറ്റുകൾ 1 0 എന്നീ ബിറ്റുകളുടെ ഒരു കൂട്ടമായാണ് സൂക്ഷിക്കുന്നത്. കാരണം കമ്പ്യൂട്ടർ ഒരു ബൈനറി ഓപ്പറേഷൻ നടത്തുന്ന ഉപകരണമാണ്. അത് പ്രധാനമായും രണ്ടവസ്ഥകൾ ഓൺ ഓഫ് എന്നാണ്. ഓണിനെ നമ്മൾ 1 എന്നും ഓഫിനെ 0 എന്നും റെപ്രസെൻ്റ് ഈ 2 ബിറ്റുകൾ കൊണ്ട് തന്നെ നമുക്ക് കമ്പ്യൂട്ടറിലെ എല്ലാ പ്രവർത്തനങ്ങളെയും അടയാളപ്പെടുത്തുന്നതിന് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെ നടത്തുന്നതിനും സാധിക്കും. ഇനി ഒരു കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് നമ്പറുകൾ റെപ്രസെൻ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. റെപ്രസെൻറ്റേഷൻ ഓഫ് നമ്പേഴ്സ്. കമ്പ്യൂട്ടറിൽ നമ്പറുകളും ലെറ്ററുകളും വീഡിയോ, ഓഡിയോ രൂപത്തിലുള്ള ഏത് രൂപത്തിലുള്ള ഡാറ്റയും കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കാം. എല്ലാം ബൈനറിയിലേക്ക് മാറ്റി സൂക്ഷിക്കണം എന്ന് മാത്രം. അപ്പോൾ നമ്പേഴ്സ് അതായത് സംഖ്യകൾ അല്ലെങ്കിൽ അക്കങ്ങൾ എങ്ങനെ കമ്പ്യൂട്ടറിൽ റെപ്രസെൻ്റ് ചെയ്യുന്നു, അതിനുള്ള വിവിധ മെത്തേഡുകളൊക്കെ. സംഖ്യകളെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് 2 തരത്തിലുള്ള സംഖ്യകളാണ് വരുന്നത്. ഒന്ന് ദശാംശ സംഖ്യകളും മറ്റൊന്ന് പോയിൻ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകളും. അപ്പോൾ നമ്പേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഇൻറ്റിജർ നമ്പേഴ്സ്. ഒരു നമ്പറിനെ കമ്പ്യൂട്ടറിൽ എങ്ങനെ ബൈനറി രൂപത്തിൽ സ്റ്റോർ ചെയ്യാം, അതിൽ കമ്പ്യൂട്ടറിൽ ബൈനറി ഫോർമാറ്റിൽ സൂക്ഷിക്കുന്ന വിവിധ രീതികൾ എന്തൊക്കെയാണെന്നാണ് പരിചയപ്പെടുന്നത്. നമ്മുടെ നമ്പർ സിസ്റ്റം ഡെസിമൽ നമ്പർ സിസ്റ്റമാണ്. എന്നാൽ കമ്പ്യൂട്ടറിൻ്റെ നമ്പർ സിസ്റ്റം ബൈനറിയാണ്. അതിലാകെ 2 ചിഹ്നങ്ങളേ ഉള്ളൂ, 0 1. അപ്പോൾ നമ്മൾ ഏത് രൂപത്തിലുള്ള ഡാറ്റ കൊടുത്തു കഴിഞ്ഞാലും ആ ഡാറ്റയെ ഡെസിമലിലാണ് കൊടുക്കുന്നതിന് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്നാലേ കമ്പ്യൂട്ടറിന് അത് സൂക്ഷിക്കാനും കൈകാര്യം ചെയ്യാനും കഴിയുകയുള്ളൂ. അപ്പോൾ ചിത്രങ്ങളായാലും വീഡിയോകളായാലും ഓഡിയോ ആയാലും ക്യാരക്ടറായാലും അത് കമ്പ്യൂട്ടറിനകത്ത് കൈകാര്യം ചെയ്യുന്നത് ബിറ്റുകളുടെ അല്ലെങ്കിൽ ബൈനറി രൂപത്തിലാണെങ്കിൽ ബിറ്റുകളുടെ ഒരു കൂട്ടമായിട്ടാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡാറ്റകളെല്ലാം ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്ത് ബൈനറി നമ്പർ സിസ്റ്റങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്ത് ഒരു കൂട്ടം ബിറ്റുകളായാണ് കമ്പ്യൂട്ടർ ആ ഡാറ്റ സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇനി പറയുന്ന മെത്തേഡുകളെല്ലാം വിവിധങ്ങളായ ഡാറ്റകളെ, നമ്പർ രൂപത്തിലുള്ള ഡാറ്റയെ ബൈനറിയിലേക്ക് മാറ്റുന്നതിനുള്ള അല്ലെങ്കിൽ ബൈനറി രൂപത്തിൽ സൂക്ഷിക്കുന്നതിനുള്ള കമ്പ്യൂട്ടറിൻ്റെ ഫോർമാറ്റിൽ ബൈനറി രൂപത്തിൽ അല്ലെങ്കിൽ ബിറ്റുകളായി മാറ്റുന്നതിനുള്ള മെത്തേഡുകളാണ് പറയുന്നത്. ഏതെല്ലാം വിധത്തിൽ നമ്പറുകൾ നമുക്ക് കമ്പ്യൂട്ടറിൽ ബൈനറി രൂപത്തിൽ റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കും, അവതരിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്പറുകൾ അല്ലെങ്കിൽ സംഖ്യകൾ എങ്ങനെ കമ്പ്യൂട്ടറിൽ, സംഖ്യകൾ എങ്ങനെ കമ്പ്യൂട്ടറിൽ ബൈനറിയിലാക്കുന്നതിനുള്ള വിവിധ മെത്തേഡുകൾ. ബൈനറിയിലാക്കിയാലേ കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നേരിട്ടൊരു നമ്പറിനെ നമ്മുടെ ഇപ്പോൾ ഡെസിമൽ നമ്പർ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ നമുക്ക് പല ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ 10 ചിഹ്നങ്ങളുണ്ട്, 0 മുതൽ 9 വരെ. ഇതിൽ 0, 1 എന്നിവ ഒഴികെ മറ്റ് ചിഹ്നങ്ങളെ അല്ലെങ്കിൽ മറ്റ് ഡെസിമൽ ഡിജിറ്റുകളെ കമ്പ്യൂട്ടറിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതിന് കഴിയുകയില്ല. കാരണം കമ്പ്യൂട്ടറിൻ്റെ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ബൈനറിയാണ്. ബൈനറിയിലാകെ 2 ചിഹ്നങ്ങളേ ഉള്ളൂ, 0 1 ബിറ്റുകൾ. അപ്പോൾ എല്ലാത്തിനെയും 0 1 ഒരു കോമ്പിനേഷൻ ആക്കി എഴുതണം. അങ്ങനെ മാറ്റുന്നതിന്, ബൈനറിയിലേക്ക് മാറ്റുന്നതിന് മറ്റ് ഒരുപാട് മെത്തേഡുകളുണ്ട്. അപ്പോൾ ആ മെത്തേഡുകൾ എന്തൊക്കെ? നമ്പറുകളെ കമ്പ്യൂട്ടറിൽ ബൈനറി രൂപത്തിൽ സൂക്ഷിക്കുന്നതിനുള്ള അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നതിനുള്ള വിവിധ രീതികളാണ് ഈ പരിചയം. അതാണ് റെപ്രസെൻറ്റേഷൻ ഓഫ് നമ്പേഴ്സ്. നമ്പറുകളെ എങ്ങനെ കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കാം. ഡെസിമൽ നമ്പറുകളായാലും മറ്റ് നമ്പർ സിസ്റ്റത്തിലുള്ള നമ്പറുകളായാലും ഒക്ടാൽ, ഹെക്സാഡെസിമൽ എന്നിവയൊക്കെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തെങ്ങനെ മാറ്റുന്നു. അതിൽ പ്രധാനമായും ഡെസിമൽ നമ്പറുകളാണ് നമ്മുടെ നമ്പർ സിസ്റ്റത്തിൽ വരുന്നത്. ഈ ഡെസിമൽ നമ്പറുകളെ എങ്ങനെ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇനി പറയുന്നത്. അപ്പോൾ അതിന് ആണ് റെപ്രസെൻറ്റേഷൻ. നമ്പറുകൾ, സംഖ്യകൾ എങ്ങനെ കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കുന്നു എന്ന് നോക്കാം. അതിനുള്ള വിവിധ മെത്തേഡുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡെസിമൽ നമ്പറുകളെ പ്രധാനമായിട്ടും നമ്മുടെ നമ്പർ സിസ്റ്റത്തിൽ നമ്പറുകൾ അല്ലെങ്കിൽ സംഖ്യകൾ 2 വിധമുണ്ട്. പോയിൻ്റ് ഉള്ള സംഖ്യകളും പോയിൻ്റ് ഇല്ലാത്ത സംഖ്യകളും. അതാണ് പോയിൻ്റ് ഇല്ലാത്ത സംഖ്യകളെ ഇൻറ്റിജർ നമ്പേഴ്സ് എന്നും പോയിൻ്റ് ഉള്ള ദശാംശ സംഖ്യകളെ ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സ് എന്നും പറയുന്നു. ഇൻറ്റീജറുകൾ എന്ന് പറഞ്ഞാൽ ഹോൾ നമ്പറുകളാണ്. പോയിൻ്റ് ഇല്ലാത്ത, ദശാംശ ഭാഗമില്ലാത്ത സംഖ്യകൾ ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പറുകൾ. അവയ്ക്ക് റിയൽ നമ്പറുകൾ എന്നും അറിയപ്പെടുന്നു. റിയൽ നമ്പറുകൾ പോയിൻ്റ് ഉള്ള നമ്പറുകളാണ്. അതായത് ഫ്രാക്ഷൻ പാർട്ട് ഉള്ള നമ്പറുകളാണ്.
ഈ രണ്ട് നമ്പറുകളും, അതായത് പോയിൻ്റ് ഇല്ലാത്ത നമ്പറുകളെ ഇൻറ്റീജറുകളെയും ഫ്രാക്ഷൻ നമ്പേഴ്സ് അല്ലെങ്കിൽ റിയൽ നമ്പേഴ്സ് പോയിൻ്റ് ഉള്ള നമ്പറുകളെയും രണ്ട് രീതിയിലാണ് കമ്പ്യൂട്ടറിൽ ബൈനറി രൂപത്തിലാക്കി സൂക്ഷിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് നമ്പറുകളെയും കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കുന്നതിനുള്ള വിവിധ മെത്തേഡുകളാണ് പരിചയപ്പെടുന്നത്. ആദ്യം ഇൻറ്റീജറുകളുടെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻറ്റീജേഴ്സ്. ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞാൽ പോയിൻ്റ് ഇല്ലാത്ത ഡെസിമൽ സംഖ്യകൾ. ഡെസിമൽ നമ്പറുകളെ എങ്ങനെ കമ്പ്യൂട്ടർ റെപ്രസെൻറ്റ് ചെയ്യും? ഒക്ടാൽ ഹെക്സാഡെസിമൽ കമ്പ്യൂട്ടറിൻ്റെ മറ്റൊരു നമ്പർ സിസ്റ്റം തന്നെയാണ്, അതുകൊണ്ട് അതിനെ കൺവേർട്ട് ചെയ്യേണ്ടതില്ല. അപ്പോൾ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻറ്റീജേഴ്സ്. ദർ ആർ 3 മെത്തേഡ്സ് ഫോർ റെപ്രസെൻറ്റിംഗ് ആൻ ഇൻറ്റീജർ നമ്പർ ഇൻ കമ്പ്യൂട്ടർ മെമ്മറി. ഒരു കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി ബിറ്റുകളായാണ് ഏത് രൂപത്തിലുള്ള ഡാറ്റയും സൂക്ഷിക്കുന്നതെന്ന് പറഞ്ഞു, 0-ൻ്റെയും 1-ൻ്റെയും കോമ്പിനേഷനായിട്ട്. അപ്പോൾ ഇതിൽ നമ്പറുകളെ 0-ഉം 1-ഉം ഒരു ബൈനറി രൂപത്തിലേക്ക് മാറ്റുന്നതിന് നമുക്കറിയാം, ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ നിങ്ങൾ പഠിച്ചതാണ്. എന്നാൽ തന്നെയും പോയിൻറ്റിനെയും അതുപോലെ പോയിൻ്റ് ഇല്ലാത്ത നമ്പറുകൾ ഇൻറ്റീജറുകളാണെങ്കിൽ അവ നെഗറ്റീവ് നമ്പറുകളും പോസിറ്റീവ്. നെഗറ്റീവ് പോസിറ്റീവ് എന്നീ ചിഹ്നങ്ങൾ ബൈനറി നമ്പർ സിസ്റ്റത്തിലില്ല. ബൈനറിയിലേക്ക് മാറ്റിയാലേ കമ്പ്യൂട്ടറിന് സൂക്ഷിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ നെഗറ്റീവ് പോസിറ്റീവ് ചിഹ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് കമ്പ്യൂട്ടറിന് പറഞ്ഞുള്ളൂ. അതിനാണ് ഈ ഓരോ മെത്തേഡുകളും ഇൻറ്റീജർ റെപ്രസെൻറ്റേഷൻ മെത്തേഡുകളും പഠിക്കുന്നത്. അപ്പോൾ അതിൽ ഇൻറ്റീജറുകളെ പോയിൻ്റ് ഇല്ലാത്ത സംഖ്യകളെ, അതായത് ഹോൾ നമ്പേഴ്സ്, അവ രണ്ട് തരത്തിലുണ്ട്, പോസിറ്റീവ് നമ്പറുകളും നെഗറ്റീവ് നമ്പറുകളും. അവയെ എങ്ങനെ കമ്പ്യൂട്ടറിൽ ബിറ്റുകളായി അല്ലെങ്കിൽ ബൈനറി രൂപത്തിൽ കൺവെർട്ട് ചെയ്ത് സൂക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രധാനമായും ഇൻറ്റീജർ നമ്പറുകളെ, പോയിൻ്റ് ഇല്ലാത്ത സംഖ്യകളെ, അഭാജ്യ സംഖ്യകളെ അല്ലെങ്കിൽ ഇൻറ്റീജറുകളെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി, അവയെ സൂക്ഷിക്കുന്നതിന് വേണ്ടി കമ്പ്യൂട്ടറിൽ പ്രധാനമായും അവയെ ബൈനറിയിലേക്ക് കൺവെർട്ട് ചെയ്യുന്നതിന് വേണ്ടി പോസിറ്റീവ് നെഗറ്റീവ് ചിഹ്നങ്ങളൊക്കെ കമ്പ്യൂട്ടറിൽ മാറ്റുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കുന്ന 3 മെത്തേഡുകളാണുള്ളത്. സോ ഇൻറ്റീജേഴ്സ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ ദർ ആർ 3 മെത്തേഡ്സ് ഫോർ റെപ്രസെൻറ്റിംഗ് ആൻ ഇൻറ്റീജർ നമ്പർ ഇൻ കമ്പ്യൂട്ടർ മെമ്മറി. ഇൻറ്റീജർ നമ്പർ എന്ന് പറഞ്ഞാൽ പോയിൻ്റ് ഇല്ലാത്ത സംഖ്യകളെ, അഭാജ്യ സംഖ്യകളെ, ഇൻറ്റീജറുകളെ കമ്പ്യൂട്ടർ മെമ്മറിയിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കുന്നതിന് പ്രധാനമായും 3 രീതികളാണുള്ളത്. ആ 3 മെത്തേഡുകൾ നിങ്ങൾ പഠിക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ. ഇൻറ്റീജറുകളെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യാൻ, അതായത് പോയിൻ്റ് ഇല്ലാത്ത സംഖ്യകളെ, പോയിൻ്റ് ഇല്ലാത്ത നമ്പറുകളെ സൂക്ഷിക്കാനുള്ള കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ സംഭരണ മാധ്യമത്തിൽ സൂക്ഷിക്കുന്നതിനുള്ള, കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ സൂക്ഷിക്കുന്നതിനുള്ള ഒരു മെത്തേഡാണ് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്. മറ്റൊരു മെത്തേഡാണ് വൺസ് കോംപ്ലിമെൻറ്റ് മെത്തേഡ് റെപ്രസെൻറ്റേഷൻ. വേറൊരു മെത്തേഡാണ് ടൂസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ പ്രധാനമായിട്ടും ഇൻറ്റീജറുകൾ, നമ്പറുകളെ എങ്ങനെയൊക്കെ കമ്പ്യൂട്ടറിൽ ബൈനറിയിലേക്ക് മാറ്റുന്നതിനുള്ള വിവിധ മെത്തേഡുകളാണ് പറയുന്നത്. കാരണം ബൈനറിയിലേക്ക് മാറ്റിയാലേ കമ്പ്യൂട്ടറിന് ആ ഡാറ്റയെ കൈകാര്യം ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ബിറ്റുകളാക്കി മാറ്റണം, 0-ഉം 1-ഉം, 0-ൻ്റെയും 1-ൻ്റെയും 0-ൻ്റെയും 1-ൻ്റെയും ഒരു കൂട്ടമായിട്ട് മാറ്റണം. അപ്പോൾ അതിന് പ്രധാനമായിട്ടും ഈ 3 മെത്തേഡുകളും പറയുന്നത് അത് തന്നെയാണ്. എങ്ങനെയെല്ലാം നമ്പറുകളെ ബൈനറിയിലേക്ക് മാറ്റാമെന്നുള്ള അതിനുള്ള വിവിധ മെത്തേഡുകളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒന്ന്, പോയിൻ്റ് ഇല്ലാത്ത നമ്പറുകളെ, ഇൻറ്റീജറുകളെ കമ്പ്യൂട്ടർ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് 3 മെത്തേഡുകളുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഇൻറ്റീജർ നമ്പറുകളെ, പോയിൻ്റ് ഇല്ലാത്ത നമ്പറുകളെ, ഹോൾ നമ്പറുകളെ റെപ്രസെൻറ്റ് ചെയ്യാൻ കമ്പ്യൂട്ടറിൽ 3 മെത്തേഡുകളാണ്. ഓർ ഇൻറ്റീജർ നമ്പേഴ്സ് ക്യാൻ ബി കൺവേർട്ടഡ് ടു ദെയർ ബൈനറി ഇക്വലൻറ്റ് യൂസിങ് any of the following 3 methods: sign and magnitude, ones complement, two's complement. ഇതിലേതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ച്, റെപ്രസെൻറ്റേഷൻ ഉപയോഗിച്ച് നമുക്ക് പോയിൻ്റ് ഇല്ലാത്ത നമ്പറുകളെ കമ്പ്യൂട്ടറിൽ ബൈനറിയിലേക്ക് മാറ്റി സൂക്ഷിക്കാം, കൈകാര്യം ചെയ്യാം. ഒരു ഡെസിമൽ നമ്പറിന് തുല്യമായിട്ടുള്ള സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് രീതിയിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കുന്ന ഒരു ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പോസിറ്റീവ് 23നെ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡിൽ എങ്ങനെ കാണിക്കുന്നു നോക്കാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡിൽ ഏത് നമ്പറിനെയും എഴുതാൻ പറഞ്ഞാൽ, സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് രീതിയിൽ അവതരിപ്പിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന നമ്പറിനെ, ഡെസിമൽ നമ്പറിനെ ബൈനറിയിലേക്ക് മാറ്റുക. ഇത് 2 കൊണ്ട് തുടർച്ചയായി ഹരിക്കുക. തന്നിരിക്കുന്ന ഡെസിമൽ നമ്പറിനെ ബൈനറിയിലേക്ക് മാറ്റാൻ 2 കൊണ്ട് തുടർച്ചയായിട്ട് ഹരിക്കുക. കിട്ടുന്ന ശിഷ്ടങ്ങൾ അവിടെ എഴുതുക. ഓക്കെ, നിങ്ങൾ നേരത്തെ പഠിച്ചതാണ് ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ. ഇനി അങ്ങനെ കിട്ടുന്ന റിമൈൻഡറുകൾ അവസാനം കിട്ടിയ റിമൈൻഡർ മുതൽ ആദ്യം കിട്ടിയ റിമൈൻഡർ എന്ന ഓർഡറിലേക്ക് എഴുതിയാൽ നമുക്ക് 23ൻ്റെ ബൈനറി 10111 എന്ന് കിട്ടും. 23ൻ്റെ ബൈനറി ഇത്രയാണ്, 10111 എന്നാണ്. ഇനി ഇതിനെ 7 ബിറ്റിലേക്ക് മാറ്റുക.
അപ്പോൾ തന്നിരിക്കുന്ന ഡെസിമൽ നമ്പറിൻ്റെ ബൈനറിയിലേക്ക് മാറ്റുക. അതിനുശേഷം അതിലെത്ര ബിറ്റുകളുണ്ടെന്ന് എണ്ണി നോക്കുക. അപ്പോൾ ഇവിടെ 23ൻ്റെ ബൈനറി 10111 ആണ്. അപ്പോൾ അതിൽ ആകെ 5 ബിറ്റുകളാണത്. അപ്പോൾ എന്തായിരുന്നാലും അതിനെ 7 ബിറ്റിലേക്ക് മാറ്റണം. ഇതിനെ 7 ബിറ്റിലേക്ക് മാറ്റാൻ ഇതിൻ്റെ ഇടത്ത് ഭാഗത്ത്, ഈ ബൈനറിയുടെ ഇടത്ത് ഭാഗത്ത് 2 0 ആഡ് ചെയ്യുക. ഇപ്പോൾ മൊത്തം ഇതിൽ 7 ബിറ്റുകളായി. 5 ബിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മളെപ്പോഴും 7 ബിറ്റിൽ കുറവാണ് കിട്ടുന്ന നമ്പറിൻ്റെ ബൈനറി, കിട്ടുന്ന ബൈനറി നമ്പറിലെ ബിറ്റുകളുടെ എണ്ണം 7ൽ താഴെയാണെങ്കിൽ മാത്രം നമ്മൾ ആവശ്യമുള്ളത്ര 0 മാത്രമേ ആഡ് ചെയ്യാവൂ, 1 ആഡ് ചെയ്യരുത്. 1 എന്ന ബിറ്റിനെ ഒരിക്കലും ഇടത് ഭാഗത്ത് ആഡ് ചെയ്യുക. അപ്പോൾ നമ്പറിൻ്റെ വില മാറും. 0 എത്ര ഇടത്ത് ഭാഗത്ത് ആഡ് ചെയ്താലും നമ്പറിൻ്റെ വിലയിൽ മാറ്റമില്ല. വലത്ത് ഭാഗത്ത് 0 ചേർക്കുകയും അരുത്. അപ്പോൾ ഇങ്ങനെ ആവശ്യമുള്ളത്ര 0, ഇവിടെ 5 ബിറ്റുകളാണ് 23ൻ്റെ ബൈനറി 10111. ഇതിൽ 5 ബിറ്റുകളുണ്ട്. ഇനി 2 ബിറ്റാവാൻ 2 0 കൂടി ചേർത്തു. അപ്പോൾ മൊത്തം 7 ബിറ്റുകളായി. എണ്ണി നോക്കി നമുക്ക് കാണാം. 2 5 7 ബിറ്റുകൾ. ഇങ്ങനെ തന്നിരിക്കുന്ന ഡെസിമൽ നമ്പറിൻ്റെ 7 അക്ക ബൈനറി തുല്യം, അതിന് തുല്യമായിട്ടുള്ള 7 അക്ക ബൈനറി നമ്പർ കണ്ടുപിടിക്കുക, എഴുതുക. അതിനുശേഷം ഈ MSB കിട്ടിയ 7 ബൈനറി നമ്പറിൻ്റെ MSBയുടെ ഇടത്ത് ഭാഗത്തായി അതിൻ്റെ 8ാമത്തെ ബിറ്റായി, അല്ലെങ്കിൽ ഇടത്ത് ഭാഗത്തെ ഫസ്റ്റ് ബിറ്റായി പോസിറ്റീവ് ആണെങ്കിൽ 0 എന്നും നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ 1 എന്നും ചേർക്കുക. ഇതാണ് ഈ മെത്തേഡ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് പോസിറ്റീവ് 23 ആണ്. ഇതിനെ 7 ബിറ്റിലേക്ക് മാറ്റുമ്പോൾ 0010111 എന്ന് കിട്ടും. അത് 7 ബിറ്റുണ്ട്. ഇനി അതിന് 8ാമത്തെ ബിറ്റായി, വലത്തു നിന്നും ഇടത്തോട്ട് 8ാമത്തെ ബിറ്റായി ഇടത്ത് ഭാഗത്താണ് ഇപ്പോഴും ചേർക്കേണ്ടത്. നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ 0 എന്നും നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ 1 എന്നും 8ാമത്തെ ബിറ്റ് ഇടത്ത് ഭാഗത്ത്, അതായത് വലത്തു നിന്ന് ഇടത്തോട്ടുള്ള 8ാമത്തെ ബിറ്റായി ആഡ് ചെയ്യുക. പോസിറ്റീവ് നമ്പറുകൾക്ക് ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റായി 0 എന്നും നെഗറ്റീവ് നമ്പറുകൾക്ക് ലെഫ്റ്റ് മോസ്റ്റ് കിട്ടിയ 7 ബിറ്റ് ബൈനറി നമ്പറിൻ്റെ കൂടെ ഇടത്ത് ഭാഗത്തായി, ഇടത്തെ അറ്റത്തായി MSB ആയി 1 എന്നും ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നമ്പറിൻ്റെ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഫോം ലഭിക്കുന്നതാണ്. ഇനി വേറൊരു ഉദാഹരണം ഇവിടെ കൊടുത്തിരിക്കുന്നു. -105നെ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് കൊടുത്തു. അപ്പോൾ ആദ്യം നിങ്ങൾ 105നെ ബൈനറിയിലേക്ക് മാറ്റി. 105നെ ബൈനറിയിലേക്ക് മാറ്റുമ്പോൾ 105നെ 2 കൊണ്ട് തുടർച്ചയായി ഹരിച്ച് ശിഷ്ടം എടുത്തെഴുതുമ്പോൾ ലഭിക്കുന്നത് 105ൻ്റെ ബൈനറി 110101 ആണ്. ഈ 110100 ഇതിൽ 7 ബിറ്റുകൾ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഈ 0 ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് 105ൻ്റെ 7 അക്ക ബൈനറി തുല്യം, അല്ലെങ്കിൽ 105 എന്ന ഡെസിമൽ നമ്പറിന് തുല്യമായിട്ടുള്ള 7 അക്ക ബൈനറി നമ്പർ. നമ്മളെപ്പോഴും ഏത് നമ്പർ കിട്ടിയാലും അതിന് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് കാണിക്കുന്നതിന് മുൻപ് ചെയ്യേണ്ടത് അതിന് ബൈനറിയിലേക്ക് മാറ്റുക. അതിനുശേഷം അതിനെ 7 ബിറ്റാക്കി മാറ്റുക. അതിലെ ബിറ്റുകളുടെ എണ്ണം 7 ആക്കുക. എണ്ണം കുറവുണ്ടെങ്കിൽ ആവശ്യമുള്ളത്രയും 0 ഇടത്ത് ഭാഗത്ത് ചേർത്ത് കൊടുത്തതിന് ശേഷം 7 ബിറ്റുകളാക്കുക. നമ്പറിലെ ബിറ്റുകളുടെ എണ്ണം, കിട്ടിയ ബൈനറി നമ്പറിലെ ബിറ്റുകളുടെ എണ്ണം 7 ആക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ 7 അക്ക ബൈനറി നമ്പർ ആക്കിയതിന് ശേഷം പോസിറ്റീവ് നമ്പറാണെങ്കിൽ ഇടത്തേ അറ്റത്ത് നമ്പറിൻ്റെ 8ാമത്തെ ബിറ്റായി, വലത്തുനിന്ന് 8ാമത്തെ ബിറ്റ്, അതായത് ഇടത്തേ അറ്റത്തെ ബിറ്റായി ഒരു നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ 1 എന്ന ബിറ്റ് ചേർക്കുക. കിട്ടിയ ഉത്തരത്തിൻ്റെ കൂടെ ഇടത്ത് ഭാഗത്ത് 1 ചേർക്കുക. പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ കിട്ടിയ 7 ബിറ്റ് ബൈനറി ഈക്വലൻ നമ്പറിൻ്റെ ഇടത്തേ അറ്റത്തായി 0 എന്ന് ചേർത്ത് കൊടുക്കുക. ഇതാണ് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ 105ൻ്റെ ബൈനറി 105നെ 2 കൊണ്ട് തുടർച്ചയായി ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടങ്ങളെല്ലാം ചേർത്ത് വെച്ചാൽ 110001 എന്ന് കിട്ടും. അതിനകത്ത് 110101 എന്ന് കിട്ടും. അവിടെ 7 ബിറ്റുകളുണ്ട്. ഇനി 8ാമത്തെ ബിറ്റായി, വലത്തുനിന്ന് 8ാമത്തെ ബിറ്റായി, ഇത് -105ൻ്റെ ആണ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നെഗറ്റീവ് നമ്പറുകളാണെങ്കിൽ കിട്ടിയ ബൈനറി നമ്പറിൻ്റെ ഇടത്തെ അറ്റത്തായി ഒരു 1 എന്ന് ചേർത്ത് കൊടുക്കുക. പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ 1ന് പകരം 0 നടത്ത് വാക്ക് ആഡ് ചെയ്യുക. ഇതാണ് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് അല്ലെങ്കിൽ MSB ഒരു 8 അക്ക ബൈനറി നമ്പർ എന്നാണ് നമുക്ക് കിട്ടുന്നത്. ആ ബൈനറിയിലെ MSB എന്ന് പറയുന്നത് സൈൻ ബിറ്റാണ്. അത് സൈൻ കാണിക്കാൻ വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് റിസർവ്ഡ് ആസ് സൈൻ ബിറ്റ്. അത് പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ 0 എന്നും നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ 1 എന്നും കൊടുക്കും. ഓക്കെ, അതാണ് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ. ഇനി അടുത്ത മറ്റൊരു ഇൻറ്റീജർ നമ്പറുകൾ, അതായത് പോയിൻ്റ് ഇല്ലാത്ത സംഖ്യകളെ കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനുള്ള മറ്റൊരു മെത്തേഡാണ് വൺസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ മെത്തേഡ്. ഈ വൺസ് കോംപ്ലിമെൻറ്റ് മെത്തേഡിൽ ഇത് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡിനെ പോലെ ഉള്ള മറ്റൊരു മെത്തേഡാണ്. അതായത് നെഗറ്റീവ് സംഖ്യകളെ കമ്പ്യൂട്ടറിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന്, നെഗറ്റീവ് ഇൻറ്റീജറുകളെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് കമ്പ്യൂട്ടറിൽ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡിനെ കൂടാതെ ഉപയോഗിക്കുന്ന മറ്റൊരു മെത്തേഡാണ് വൺസ് കോംപ്ലിമെൻറ്റ് മെത്തേഡ് അല്ലെങ്കിൽ വൺസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ. ഈ വൺസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷനിൽ ഇവിടെ നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ ഒരു നമ്പറിൻ്റെ ഒരു ഇൻറ്റീജർ നമ്പറിൻ്റെ ഒരു നെഗറ്റീവ് നമ്പറുകൾക്കാണ് എല്ലായ്പ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പോസിറ്റീവ് നമ്പറുകൾക്ക് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡും വൺസ് കോംപ്ലിമെൻറ്റും എല്ലാം അതിൻ്റെ 7 അക്ക ബൈനറി എന്താണോ അത് തന്നെയാണ്.
8 ബൈനറിയിലേക്ക് മാറ്റുമ്പോൾ കിട്ടുന്നതാണ്. ഇനി എന്നാൽ നെഗറ്റീവ് നമ്പറുകളാണെങ്കിൽ അതിനെ നമ്മൾ ഇപ്രകാരം സൈൻ മാഗ്നിറ്റ്യൂഡിലൊരു രീതിയും വൺസ് കോംപ്ലിമെൻറ്റ് മറ്റൊരു രീതി ഉപയോഗിച്ച് കിട്ടുന്ന ബൈനറി നമ്പറിനെ മാറ്റം വരുത്തേണ്ടതാണ്. അപ്പോൾ ഇവിടെ വൺസ് കോംപ്ലിമെൻറ്റ് കാണുന്നത് എങ്ങനെയാണ് നോക്കാം. ഇവിടെ ആദ്യം ഒരു നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കാണാൻ നിങ്ങൾ കിട്ടിയ ഡെസിമൽ നമ്പറിനെ പോസിറ്റീവ് ആവട്ടെ നെഗറ്റീവ് ആവട്ടെ തന്നിരിക്കുന്ന ഡെസിമൽ നമ്പറിൻ്റെ ബൈനറി കാണുക. 2 കൊണ്ട് തുടർച്ചയായി ഹരിച്ച് നേരത്തെ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡിൽ ചെയ്ത പോലെ 2 കൊണ്ട് തുടർച്ചയായി ഹരിക്കുക, കിട്ടുന്ന ശിഷ്ടങ്ങൾ എഴുതുക. അവസാനം കിട്ടിയ ശിഷ്ടം ഇടത്ത് ഭാഗത്തും ആദ്യം കിട്ടിയ ശിഷ്ടം വലത്ത് ഭാഗത്തും എന്ന ക്രമത്തിൽ എഴുതിയാൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡെസിമൽ നമ്പറിൻ്റെ ബൈനറി തുല്യം അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള ബൈനറി നമ്പർ കിട്ടും. ഇനി ചെയ്യേണ്ടത് അതിനെ ആ തന്നിരിക്കുന്ന നമ്പറിനെ കിട്ടിയ ബൈനറി നമ്പറിൽ 8 ബിറ്റുകൾ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ തന്നിരിക്കുന്ന നമുക്ക് കിട്ടുന്ന ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ ബൈനറി നമ്പറിൽ ബിറ്റുകളുടെ എണ്ണം 8ൽ കുറവാണെങ്കിൽ 8 ബിറ്റിലേക്ക് മാറ്റുക എന്നാണ് ഇവിടുത്തെ ഒരു മെത്തേഡ്. സോ ആദ്യം അതിൻ്റെ ബൈനറി ഇക്വലൻ്റ് കാണുക, അതിനുശേഷം അതിന് 8 ബിറ്റിലേക്ക് മാറ്റുക. അപ്പോൾ 8 ബിറ്റാക്കാൻ ഇടത്ത് ഭാഗത്ത് ആവശ്യമുള്ള അത്രയും 0 ബിറ്റുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പ്രൊവൈഡ് 0 അറ്റ് ദി ലെഫ്റ്റ് ടു മേക്ക്. എപ്പോഴും ഇടത്ത് ഭാഗത്ത് മാത്രമേ പൂജ്യങ്ങൾ ആഡ് ചെയ്യാവൂ, ആവശ്യമുള്ള അത്രയും പൂജ്യങ്ങൾ. വലത്ത് ഭാഗത്ത് ആഡ് ചെയ്ത നമ്പറിൻ്റെ വില മാറും ടു മേക്ക് ഇറ്റ് 8 ബിറ്റ് ഫോം. ഇനി അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന തന്ന ഡെസിമൽ നമ്പറിന് അല്ലെങ്കിൽ ഇൻറ്റിജർ നമ്പറിന് തുല്യമായിട്ടുള്ള 8 ബൈനറി നമ്പർ കിട്ടും. ഇങ്ങനെ 8 ബൈനറി കിട്ടിയതിന് ശേഷം ആ ബൈനറി നമ്പറിൻ്റെ കൂടെ ബൈനറി 1 ആഡ് ചെയ്യുക. ബിറ്റ് 1 ആണ്, അത് ബൈനറി അഡീഷനാണ്. ബൈനറി അഡീഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബൈനറിയിൽ ആകെ 2 ബിറ്റ് നമ്പർ ഡിജിറ്റുകൾ സിമ്പിളുകളേ ഉള്ളൂ, 0യും 1ഉം. ഈ 0യും 1ഉം എങ്ങനെ ആഡ് ചെയ്യുമ്പോഴുള്ള റിസൾട്ടുകൾ ബൈനറി അഡീഷൻ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബൈനറിയിലാകെ 2 ചിഹ്നങ്ങളിലും 0യും. അപ്പോൾ ഇവ തമ്മിൽ ഏതെല്ലാം തരത്തിൽ ആഡ് ചെയ്യാം. 0 എന്ന ബിറ്റും 0 എന്ന ബിറ്റും കൂടെ ആഡ് ചെയ്താൽ ഉത്തരം 0. ശിഷ്ടം ക്യാരി എന്ന് പറയുന്ന ശിഷ്ടം 0. 0ഉം 1ഉം ബിറ്റുകൾ 0 1 ആഡ് ചെയ്താൽ ഉത്തരം 1, ശിഷ്ടം അല്ലെങ്കിൽ ക്യാരി 0. 1ഉം 0യും ആഡ് ചെയ്യുമ്പോൾ ഉത്തരം 1. 1 + 0 = ഇതെല്ലാം ബൈനറി അഡീഷനാണ്. ഇത് മനസ്സിലാക്കിയിരുന്നാൽ നിങ്ങൾക്ക് വൺസ് കോംപ്ലിമെൻറ്റ് കാണുന്നതിന് കഴിയുകയുള്ളൂ. അപ്പോൾ 1 + 0 എന്ന് പറഞ്ഞാൽ ബൈനറി അഡീഷൻ ചെയ്യുമ്പോൾ 1 എന്ന ബിറ്റിനെ 0 എന്ന ബിറ്റുമായിട്ട് ബൈനറി ആഡ് ചെയ്യുമ്പോൾ ബൈനറി അഡീഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം 1 ആയിരിക്കും, ശിഷ്ടം 0. എന്നാൽ 1 എന്ന ബിറ്റിനെ 1 എന്ന ബിറ്റിനോട് തന്നെ ആഡ് ചെയ്യുമ്പോൾ റിസൾട്ട് അല്ലെങ്കിൽ ഉത്തരം 0ആണ്. 1 + 1 = 1 0 ആണ്. അതിൽ 0 ഉത്തരവും 1 ക്യാരിയുമാണ്. അതായത് ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ നിങ്ങൾക്ക് അറിയാം. 0 + 0 0, 0 + 1 1, 1 + 0 1. പക്ഷേ 1 + 1 എന്ന് പറഞ്ഞാൽ ബൈനറി അഡീഷൻ്റെ 1ഉം ബിറ്റ് 1ഉം നോട് ആ ബിറ്റ് തന്നെ, അതായത് 1 തന്നെ ആഡ് ചെയ്താൽ 2 എന്നല്ല. കാരണം നമുക്കറിയാം ബൈനറിയിൽ 2 എന്നൊരു ചിഹ്നമില്ല. അപ്പോൾ 1 + 1 = 1 0 ആണ്. അതിൽ 0 എന്നത് ആണ് ഉത്തരം. 1 0 ആണ് ആൻസർ. 1 0ൻ്റെ ഡെസിമൽ നിങ്ങൾക്കറിയാം 2 ആണ്. 1 + 1 2. 2ൻ്റെ ബൈനറി എന്ന് പറഞ്ഞാൽ 1 0 ആണ്. ഓക്കെ, അപ്പോൾ ഇത് ശ്രദ്ധിക്കാം. മറ്റ് ഇവിടെ ഒന്നിച്ചുള്ളൊരു അഡീഷനാണ്. ബാക്കി കാര്യങ്ങൾ അടുത്തതിൽ പറയാം. നമ്മൾ പറഞ്ഞു വന്നത് വൺസ് കോംപ്ലിമെൻ്റ് ആണ്. ഇനി വൺസ് കോംപ്ലിമെൻറ്റ് മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഇൻറ്റിജർ നമ്പറിനെ, ഒരു നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന നമ്പറിനെ ഡെസിമൽ അല്ലെങ്കിൽ ഇൻറ്റിജർ നമ്പറിനെ ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ നടത്തുക. അപ്പോൾ നിങ്ങൾക്ക് 8 അതിൽ കുറഞ്ഞതോ ആയിട്ടുള്ള 8 അക്കങ്ങളോ അല്ലെങ്കിൽ അതിൽ താഴെ അക്കങ്ങളുള്ളതായിട്ടുള്ള ഒരു ബൈനറി നമ്പർ കിട്ടും. ഇനി 8ൽ താഴെ ബിറ്റുകളെ ഉള്ളുവെങ്കിൽ അതിലേക്ക് ആവശ്യമുള്ളത്ര 0 ഇടത്ത് ഭാഗത്ത് ആഡ് ചെയ്ത് കൊടുത്ത് അതിന് 8 ബിറ്റ് ബൈനറി നമ്പർ ആക്കുക. ഇങ്ങനെ 8 ബിറ്റ് ബൈനറി നമ്പർ ആക്കിയതിന് ശേഷം ആ ബൈനറി നമ്പറിൻ്റെ കൂടെ 1 എന്ന ബിറ്റ് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബൈനറി അഡീഷനാണ്. അപ്പോൾ ബൈനറി അഡീഷൻ റൂൾസാണ് നേരത്തെ പറഞ്ഞത്. ബൈനറിയിൽ 1 + 1 എന്ന് പറഞ്ഞാൽ 1 0 ആണ്. ഓക്കെ, 1 + 1 = 1 0. 0 ആൻസറും 1 ക്യാരിയുമാണ്. ശിഷ്ടമാണ് 1, 0 ആണ് അവിടെ ആൻസർ. അത് ആഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇനി അപ്പോൾ പോസിറ്റീവ് നമ്പറുകൾക്ക് വൺസ് കോംപ്ലിമെൻ്റ് ഇല്ല. എന്താണോ നിങ്ങളുടെ 8 ബിറ്റ് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം കിട്ടിയ 8 ബിറ്റ് അത് തന്നെയാണ് അതിൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് റെപ്രസെൻറ്റേഷൻ. ഇപ്പോൾ പോസിറ്റീവ് നമ്പറുകൾക്ക് ഇൻറ്റിജറുകൾക്ക് വൺസ് കോംപ്ലിമെൻ്റ് ആയാലും സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ആയാലും 7 ബിറ്റിലേക്ക് അല്ലെങ്കിൽ 8 ബിറ്റിലേക്ക് മാറ്റുക എന്ന് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. എന്നാൽ നെഗറ്റീവ് നമ്പറുകളാണെങ്കിൽ അതിനെ നമ്മൾ വ്യത്യസ്ത രീതിയിൽ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ 8 ബിറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ 8ാമത്തെ ബിറ്റ് അല്ലെങ്കിൽ MSB 1 എന്നും പോസിറ്റീവ് ആണെങ്കിൽ 0 എന്നും ആക്കുക. ഇനി വൺസ് കോംപ്ലിമെൻറ്റ് മെത്തേഡാണ് ഇനി പറയുന്നത്. ഒരു നെഗറ്റീവ് ഇൻറ്റീജറിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് രീതിയിൽ അതിനെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി
നിങ്ങൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഇൻറ്റീജർ നമ്പറിനെ ഡെസിമൽ ടു ബൈനറി തുടർച്ചയായി 2 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ബൈനറി നമ്പറിൽ കിട്ടും. കിട്ടുന്ന ശിഷ്ടങ്ങൾ 2 കൊണ്ട് തുടർച്ചയായി ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടങ്ങൾ അവസാനം കിട്ടിയ ശിഷ്ടത്തിൽ നിന്ന് ആദ്യം കിട്ടിയ ശിഷ്ടം എന്ന ക്രമത്തിലെടുത്ത് നിന്ന് വലത്തോട്ട് എഴുതുക. ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ നിങ്ങൾ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന നമ്പറിൻ്റെ ബൈനറി തുല്യം അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള ബൈനറി നമ്പർ കിട്ടും. ഇനി അടുത്തത് ആ കിട്ടിയ ബൈനറി നമ്പറിനെ 8 ബിറ്റിലേക്ക് മാറ്റുക. അപ്പോൾ ആ കിട്ടിയ ബൈനറി നമ്പറിൽ 8 ബിറ്റ് ഉണ്ടോ എന്ന് നോക്കുക. അതിൽ 8 ബിറ്റ് തികയുന്നില്ലെങ്കിൽ, കുറവുണ്ടെങ്കിൽ ഇടത്ത് ഭാഗത്ത് ആവശ്യമുള്ളത്രയും 0 ആഡ് ചെയ്ത് അതിന് 8 ബിറ്റിലേക്ക് മാറ്റുക. ഇത്രയും ചെയ്തതിന് ശേഷം ഇങ്ങനെ തന്ന നമ്പറിൻ്റെ 8 അക്ക ബൈനറി കണ്ടതിന് ശേഷം അതിലെ സീറോസിനെല്ലാം 1 എന്നും 1 എന്നുള്ളിടത്തെല്ലാം 0 എഴുതിയാൽ നിങ്ങൾക്ക് നമ്പറിൻ്റെ തന്നിരിക്കുന്ന നെഗറ്റീവ് നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് ലഭിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് 119നെ വൺസ് കോംപ്ലിമെൻറ്റിലേക്ക് കാണിക്കുന്നതിന് വേണ്ടി, വൺസ് കോംപ്ലിമെൻറ്റ് മെത്തേഡിൽ റെപ്രസെൻറ്റേഷൻ രീതിയിൽ കാണിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നത് 119നെ ബൈനറിയിലേക്ക് മാറ്റുമ്പോൾ നിങ്ങൾക്ക് 0 1 1 1 0 1 1 1 എന്ന് കിട്ടും. ഇതാണ് 119ൻ്റെ ബൈനറി. ഇതിൽ 8 ബിറ്റ് ഉണ്ട്. ഇനി 0 ഇടത്ത് ഭാഗത്ത് ആഡ് ചെയ്യേണ്ട ആവശ്യം ഇതിൽ വരുന്നില്ല. ഇങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ 0 ആഡ് ചെയ്യാം. എന്തായാലും 8 ബിറ്റ് ആക്കണം. ഇവിടെ മൊത്തം 8 ബിറ്റുകളുണ്ട് ഇതിൽ. അതിന് ശേഷം ഇതിലെ സീറോസിനെല്ലാം 1 എന്നും 1ന് പകരം 0 എന്നും അതിൻ്റെ സ്ഥാനത്ത് എത്തിയാൽ നിങ്ങൾക്ക് വൺസ് കോംപ്ലിമെൻറ്റ് കിട്ടും. ഒരു ബൈനറി നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ബൈനറി നമ്പറിന് 0 ബൈനറി നമ്പറിലെ 0 എന്ന ബിറ്റിന് പകരം 1 എന്നും 1 എന്ന ബിറ്റിന് പകരം 0 എന്നും എഴുതുമ്പോൾ കിട്ടുന്ന പുതിയ ബൈനറി നമ്പറിനെയാണ് ഒരു ബൈനറി നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി പോസിറ്റീവ് 119ന് വൺസ് കോംപ്ലിമെൻറ്റ് കാണിക്കാൻ നിങ്ങൾക്ക് പോസിറ്റീവ് നമ്പറുകളാണെങ്കിൽ അതിനെ ജസ്റ്റ് 8 ബിറ്റിലേക്ക് മാറ്റുക, ബൈനറിയിലേക്ക് മാറ്റുക. 119ൻ്റെ ബൈനറി കണ്ടു. ഇത് തന്നെയാണ് 0 1 1 1 0 1 1 1. പോസിറ്റീവ് ആയതുകൊണ്ട് അതിനെ 8 ബിറ്റിലേക്ക് മാറ്റിയതിന് ശേഷം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ആ നമ്പർ 8 ബിറ്റിൽ എങ്ങനെയാണോ, അതായത് അതിൻ്റെ ബൈനറി 8 ബിറ്റ് ബൈനറി ഈക്വലൻ്റ് എന്താണോ, 8 അക്ക ബൈനറി തുല്യം എന്താണോ, അതുതന്നെയാണ് അതിൻ്റെ പോസിറ്റീവ് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് വൺസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ പോസിറ്റീവ് നമ്പറുകൾക്ക് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ആയാലും വൺസ് കോംപ്ലിമെൻ്റ് ആയാലും രീതി ഒന്ന് തന്നെ. ഇനി അടുത്തത് മറ്റൊരു മെത്തേഡാണ് ടൂസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ. ടൂസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ വീണ്ടും നെഗറ്റീവ് ഇൻറ്റീജറുകളെ കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനുള്ള മറ്റൊരു മെത്തേഡാണ്. ഈ നേരത്തെ പറഞ്ഞ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്, വൺസ് കോംപ്ലിമെൻറ്റ് തുടങ്ങിയ മെത്തേഡുകളെ പോലുള്ള മറ്റൊരു മെത്തേഡാണ് ടൂസ് കോംപ്ലിമെൻറ്റ് മെത്തേഡ് അല്ലെങ്കിൽ ടൂസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ. ഈ മെത്തേഡിൽ നിങ്ങൾ ഒരു നെഗറ്റീവ് ഇൻറ്റീജറുകളെ കാണിക്കാനാണ് ഇതും ഉപയോഗിക്കുന്നത്. പോസിറ്റീവ് ഇൻറ്റീജറുകൾക്ക് വൺസ് കോംപ്ലിമെൻറ്റിലും സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡിലും ടൂസ് കോംപ്ലിമെൻറ്റിലും ഒരേ ഒറ്റ റെപ്രസെൻറ്റേഷനേ വരുന്നുള്ളൂ. അത് തന്നിരിക്കുന്ന ബൈനറിയുടെ നമ്പറിൻ്റെ ഇൻറ്റീജറിൻ്റെ ബൈനറി 8 അക്ക ബൈനറി തുല്യമായിട്ടുള്ള അതിന് തുല്യമായിട്ടുള്ള 8 അക്ക ബൈനറി നമ്പറാണ്. ഏറ്റവും ചെയ്യാനില്ല. എന്നാൽ നെഗറ്റീവ് ഇൻറ്റീജറുകളെ കാണിക്കാനാണ് ഓരോ രീതിയും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ടൂസ് കോംപ്ലിമെൻറ്റ് കാണും. ഇങ്ങനെയാണ് ഒരു നെഗറ്റീവ് നമ്പറിനെ ടൂസ് കോംപ്ലിമെൻറ്റ് രീതിയിൽ കാണിക്കുന്നത് നോക്കാം. അപ്പോൾ ടൂസ് കോംപ്ലിമെൻറ്റ് കാണുന്നതിന് വേണ്ടി ആദ്യം തന്നിരിക്കുന്ന നമ്പറിൻ്റെ 8 അക്ക ബൈനറി തുല്യം കണ്ടുപിടിക്കുക. അതായത് തന്നിരിക്കുന്ന ഇൻറ്റീജറിനെ അല്ലെങ്കിൽ ഡെസിമൽ നമ്പറിനെ ബൈനറിയിലേക്ക് മാറ്റുക, 2 കൊണ്ട് തുടർച്ചയായി ഹരിക്കുക. കിട്ടുന്ന ശിഷ്ടങ്ങൾ അവസാനം കിട്ടിയ ശിഷ്ടം ആദ്യം തുടങ്ങി ആദ്യം കിട്ടിയ ശിഷ്ടം എന്ന ക്രമത്തിൽ എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന നമ്പറിൻ്റെ ബൈനറി തുല്യം അല്ലെങ്കിൽ ബൈനറി ഈക്വലൻറ്റ് ലഭിക്കും. ഇനി അതിൽ 8 ബിറ്റുകൾ താഴെയാണോ ആ ബൈനറി നമ്പറിലെ ബിറ്റുകളുടെ എണ്ണം നോക്കുക. കിട്ടിയ ബൈനറി നമ്പറിലെ ബിറ്റുകളുടെ എണ്ണം, സീറോസിൻ്റെയും വൺസിൻ്റെ എണ്ണം 8ൽ താഴെയാണെങ്കിൽ ആവശ്യമുള്ളത്രയും 0 ഇടതുഭാഗത്ത് തന്നിരിക്കുന്ന കിട്ടിയ ബൈനറി നമ്പറിൽ ആഡ് ചെയ്ത് അതിനെ 8 ബിറ്റ് ആക്കുക. അതിനുശേഷം തന്നിരിക്കുന്ന ബൈനറി നമ്പറിൻ്റെ ഈ 8 ബിറ്റ് കിട്ടിയ 8 ബിറ്റ് ബൈനറി നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കാണാം. വൺസ് കോംപ്ലിമെൻറ്റ് എന്നാണ് കഴിഞ്ഞ മെത്തേഡ് നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ 8 ബിറ്റിലേക്ക് മാറ്റിയതിന് ശേഷം 0 എന്നുള്ളിടത്തെല്ലാം 1ഉം 1 എന്ന് കാണുന്നിടത്തെല്ലാം 0 എന്നും മാറ്റി എഴുതിയാൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇൻറ്റീജർ നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് ലഭിക്കും. ആ വൺസ് കോംപ്ലിമെൻറ്റിനോട് കൂടി 1 ആഡ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ടൂസ് കോംപ്ലിമെൻറ്റ്. അപ്പോൾ വൺസ് കോംപ്ലിമെൻറ്റ് കാണാൻ ഒരു ബൈനറി നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എന്നത് ആ ബൈനറി നമ്പറിനോട് കൂടി ആ ബൈനറി നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടതിന് ശേഷം അതിനോട് കൂടി 1 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന പുതിയൊരു ബൈനറി നമ്പറാണ് അതിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ്. അപ്പോൾ ടൂസ് കോംപ്ലിമെൻറ്റ് മെത്തേഡിൽ ഇങ്ങനെ കിട്ടിയ നമ്പറിനെ ബൈനറിലേക്ക് മാറ്റി അതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ട് അതിനോട് കൂടി 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് നമ്പറിൻ്റെ
തുല്യമായിട്ടുള്ള ടൂസ് കോംപ്ലിമെൻറ്റ് കിട്ടും. ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിരിക്കുന്നു നോക്കാം. റെപ്രസെൻറ്റ് -38 -38 ഇൻ ടൂസ് കോംപ്ലിമെൻറ്റ് ഫോം. -38 എന്ന സംഖ്യയെ ടൂസ് കോംപ്ലിമെൻറ്റ് മെത്തേഡിൽ ഫോമിൽ കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം എന്ന് വെച്ചിട്ട് 38നെ ബൈനറി ആക്കുക. തന്നിരിക്കുന്ന സംഖ്യയുടെ വില 38ആണ്. അപ്പോൾ 38 ചിഹ്നം നെഗറ്റീവാണ്. അപ്പോൾ 38നെ ബൈനറിയിലേക്ക് മാറ്റാൻ 38നെ 2 കൊണ്ട് തുടർച്ചയായി ഹരിക്കുക. കിട്ടുന്ന ശിഷ്ടങ്ങൾ അവസാനം കിട്ടിയ ശിഷ്ടം ആദ്യം കിട്ടിയ ശിഷ്ടം അവസാനം എന്ന ക്രമത്തിൽ അടുത്തു നിന്ന് വലത്തോട്ട് എഴുതുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം 38ൻ്റെ ബൈനറി 100110 എന്നായിരിക്കും. സോ ബൈനറി ഈക്വലൻ്റ് ഓഫ് 38 ഈസ് 100110. ഇതിൽ ഈ ബൈനറി നമ്പറിൽ മൊത്തം 6 ബിറ്റുകളാണുള്ളത്. നമുക്ക് 8 ബിറ്റിലേക്ക് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ വൺസ് കോംപ്ലിമെൻറ്റോ ടൂസ് കോംപ്ലിമെൻറ്റോ കാണുന്നതിന് 8 ബിറ്റിലേക്ക് ബിറ്റുകളുടെ എണ്ണം 8 ആക്കിയതിന് ശേഷമാണ് വൺസ് കോംപ്ലിമെൻറ്റോ ടൂസ് കോംപ്ലിമെൻറ്റോ കാണുന്നത്. അപ്പോൾ ഇവിടെ ഇതിൽ 6 ബിറ്റുകളാണ്. 38ൻ്റെ ബൈനറി ഈക്വലൻ്റ് എന്ന് പറയുന്നത് ഈ 6 അക്ക ബൈനറി നമ്പറാണ് 100110. ഇനി അതിൻ്റെ അടുത്ത് ഭാഗത്ത് 2 പൂജ്യങ്ങൾ കൂടി ആഡ് ചെയ്താൽ അത് 8 ബിറ്റായി. അങ്ങനെ 8 ബിറ്റിലേക്ക് ആക്കിയതിന് ശേഷം തന്നിരിക്കുന്ന ഇൻറ്റീജറിൻ്റെ 8 അക്ക ബൈനറി തുല്യം ഇങ്ങനെ കണ്ടുപിടിക്കുക. അതിനുശേഷം അതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കാണാം. അപ്പോൾ ഈ 0010110ൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കിട്ടാൻ 0 എന്നുള്ളിടത്തെല്ലാം 1 എന്നും 1 എന്നുള്ളിടത്തെല്ലാം 0 എന്ന് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ബൈനറി നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് ദാറ്റ് ഈസ് 11011001 എന്ന് കിട്ടും. ഇനി ആ കിട്ടുന്ന വൺസ് കോംപ്ലിമെൻറ്റിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 1+1 ബൈനറി അഡീഷനിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബൈനറി അഡീഷനിൽ 0യും 1ഉം ആകെ 2 ബിറ്റുകളെ ബൈനറി നമ്പർ സിസ്റ്റത്തിലുള്ളൂ, 2 ചിഹ്നങ്ങൾ. ഇവ തമ്മിൽ 4 രീതിയിൽ നമുക്ക് ആഡ് ചെയ്യാം. 0+0 എന്ന് പറഞ്ഞാൽ ഉത്തരം 0 ആണ്. ബൈനറി അഡീഷൻ 0+1 = 1, 1+0 = 1, ബട്ട് 1+1, പക്ഷേ 1+1 എന്ന് പറയുമ്പോൾ 0 ആൻസറും 1 ക്യാരിയുമാണ്. ഓക്കെ, 1+1 ശരിക്കും 1+1 എന്നതിൻ്റെ ആൻസർ ബൈനറി ബിറ്റുകളായ 1 എന്ന ബിറ്റിനെ അതിനോട് തന്നെ ആഡ് ചെയ്യുമ്പോൾ ഉത്തരം 10 ആണ്. കാരണം 10 എന്ന ബൈനറി നമ്പറിൻ്റെ നമുക്ക് 1+1 2 ആണ് ഡെസിമലിൽ. അപ്പോൾ 2ൻ്റെ ബൈനറി 10 ആണ്. അപ്പോൾ അതുകൊണ്ട് 1+1 = 10 ഇൻ ബൈനറി. ഇതാണ് ബൈനറി അഡീഷൻ. ശ്രദ്ധിക്കേണ്ടത് 1+1 മാത്രം, ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ. അപ്പോൾ 1+1 10, അതിൽ 0 ആൻസർ ഉത്തരമാണ്, 1 ക്യാരിയാണ്, ശിഷ്ടമാണ്. ആ 1 ഇനി കൂടുതൽ ബിറ്റുകളെടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ 1+1 ആദ്യം നമ്മൾ 38ൻ്റെ ബൈനറി കണ്ടു, അതിനെ 8 ബിറ്റിലേക്ക് മാറ്റി ഒരു 0 എടുത്ത് ഭാഗത്ത് ആഡ് ചെയ്തു. ഇനി 2 0 എടുത്ത് ഭാഗത്ത് ആഡ് ചെയ്തു. 38ൻ്റെ ബൈനറി എന്ന് പറയുന്നത് 100 ഈ 100 ആണ്. അപ്പോൾ അതിൽ 6 ബിറ്റേ ഉള്ളൂ. അതിൽ 2 ബിറ്റുകൾ കൂടി എടുത്ത് ഭാഗത്ത് ആഡ് ചെയ്യുമ്പോൾ 8 ബിറ്റായി. ഇനി ആ 8 ബിറ്റ് ബൈനറി നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടു. 0-ന് പകരം 1, 1-ന് പകരം 0 എന്നെല്ലാം ഈ ബൈനറി നമ്പറിൽ മാറ്റി എഴുതിയപ്പോൾ നിങ്ങൾക്ക് ഈ ബൈനറി നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് ലഭിച്ചു. അത് ഇതാണ് 11011001. ഇനി ആ കിട്ടിയ വൺസ് കോംപ്ലിമെൻറ്റിൻ്റെ കൂടെ 1 എന്ന ബിറ്റ് ബൈനറി ആഡ് ചെയ്യുക. 1 എന്ന ബിറ്റ് ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വൺസ് കോംപ്ലിമെൻറ്റ് +1 = ടൂസ് കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഏതൊരു ബൈനറി നമ്പറിൻ്റെയും ടൂസ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റിൻ്റെ കൂടെ 1 കൂട്ടിയതാണ്. കൂട്ടുമ്പോൾ കിട്ടുന്ന പുതിയൊരു ബൈനറി നമ്പറാണ്. അപ്പോൾ 1+1 ഇതിൻ്റെ കൂടെ 1+1 ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് അഡീഷൻ, ബൈനറി അഡീഷൻ ശ്രദ്ധിക്കേണ്ടത് 1+1 = 10, where 0 is the answer and 1 is the carry. 0 ഉത്തരവും 1 0 ഉത്തരം 1 ക്യാരിയാണ്, ശിഷ്ടം. അപ്പോൾ ഇവിടെ 1 കൂട്ടുമ്പോൾ 0 ഉത്തരം കിട്ടി. ബാക്കിയൊരു 1 ക്യാരി ഫോർവേഡ് ചെയ്തു. ആ 1 ഇവിടെ ഇപ്പുറത്തുള്ള 0 ആയിട്ട് എഴുതുക. 0+1 1 ആണ്. പിന്നെ ബാക്കി ആഡ് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ എല്ലാം അങ്ങോട്ട് താഴെ ഇറക്കി എഴുതി. അപ്പോൾ 0 1 1 0 1 1. അപ്പോൾ ഇതിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് 38ൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് 110 ഇതാണ് 38ൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ്. -38ൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ്. ഇനി പോസിറ്റീവ് 38ൻ്റെ ബൈനറി നമുക്കറിയാം 10. പോസിറ്റീവ് 38നെയാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ 38നെ ബൈനറിയിലേക്ക് മാറ്റിയാൽ 100110 എന്ന് കിട്ടും. അതിൽ 6 ബിറ്റുകളുണ്ട്. ഇനി അതിനെ 2 ബിറ്റ് എടുത്ത് ഭാഗത്ത് 2 0 ആഡ് ചെയ്യുമ്പോൾ 8 ബിറ്റായി മാറും. 8 ബിറ്റാക്കിയതിന് ശേഷം എന്താണോ കിട്ടുന്നത് അത് അതുപോലെ എഴുതുക. നോ നീഡ് ടു ഫൈൻഡ് ടൂസ് കോംപ്ലിമെൻറ്റ്. നേരത്തെ കണ്ട പോലെ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ട് 1 ആഡ് ചെയ്യേണ്ടതില്ല. പോസിറ്റീവ് സംഖ്യകൾക്ക് എന്താണോ 8 ബിറ്റ് ഇക്വലൻ്റ് അത് തന്നെയാണ് അതിൻ്റെ പോസിറ്റീവ് റെപ്രസെൻറ്റേഷൻ. ഇതാണ് ഈ 3 മെത്തേഡുകളാണ് നമ്പർ റെപ്രസെൻറ്റേഷൻ. ബാക്കി അടുത്ത ക്ലാസ്സിൽ ഇനി പറയാനുള്ളത് ഫ്രാക്ഷൻസിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. അതിൽ ഫ്രാക്ഷണൽ നമ്പർ, ഇപ്പോൾ പോയിൻ്റ് ഇല്ലാത്ത നമ്പറുകൾ എങ്ങനെ കമ്പ്യൂട്ടറിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു പറഞ്ഞു.
വൺസ് കോംപ്ലിമെൻറ്റ്, സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്, ടൂസ് കോംപ്ലിമെൻറ്റ്. ഇനി പോയിൻ്റ് ഉള്ള നമ്പറുകൾ, അതായത് ഫ്രാക്ഷൻസ്, റിയൽ നമ്പേഴ്സിനെ എങ്ങനെ കമ്പ്യൂട്ടറിൽ ബൈനറി രൂപത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ പറയാം.